മാങ്ങ ഒക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അച്ചാറിടാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിവിടെ മെഹന്തിയുടെ കുറച്ച് കോണൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഷീറ്റിൻ്റെ കട്ടിങ്ങിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊരു പണി കിട്ടി. ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് മാറി കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി അതിൻ്റെ മൂട് ഒന്ന് പോയി കിട്ടി. അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഹാൻഡ് കൊണ്ടൊന്ന് ഷീറ്റ് കട്ട് ചെയ്യാം. ഇത് കുറച്ചും കൂടി കട്ടിയുള്ള ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഷീറ്റിൽ 12ഓളം ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മറ്റേ ഷീറ്റ് കളയണ്ടെന്ന് വിചാരിച്ച് അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഉമ്മ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വെറൈറ്റി അച്ചാറാണ്. ക്യാരറ്റും മാങ്ങയും കുറച്ച് കാന്താരി മുളകൊക്കെ ചേർത്ത് വിനീഗറൊക്കെ കൂട്ടിയുള്ള അച്ചാറാണ്. ഒട്ടും തന്നെ വെള്ളം കൂട്ടിയിട്ടില്ല. പിന്നെ അതവിടെ വെച്ചു. പിന്നെ നമുക്ക് കസ്റ്റേർഡ് റെഡിയാക്കാനായിട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നോമ്പ് തുറക്ക് കസ്റ്റേർഡ് മസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കാറുണ്ട്. കസ്റ്റേർഡിൻ്റെ മിക്സ് നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാനായിട്ട്. അതിപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്രൂട്ട്സൊക്കെ അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല തണുപ്പായിട്ട് കിട്ടും. അതിനാണ് മുന്നേ തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൻ്റെ അകത്ത് നോക്കണ്ട, അതിൽ ഫുള്ളാണ്. നോമ്പിനായാലും ഇത് ഫുള്ളായിട്ട് തന്നെ കിടക്കും. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. അതേസമയം ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മൂടി വെക്കാം. പിന്നെ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഉന്നക്കായ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് ആക്കലാണ്. എൻ്റെ ഇവിടുത്തെ ചെറിയ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് ബത്തക്ക ജ്യൂസ്. അതുകൊണ്ട് ഞങ്ങൾ നോമ്പിന് എപ്പോഴും ബത്തക്ക ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഐസും കൂടി ഇട്ടാൽ സെറ്റായി. ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് നല്ലൊരു തണുപ്പായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേസമയം കസ്റ്റർഡൊക്കെ നല്ല തണുപ്പായി വന്നിട്ടുണ്ട്. അതും കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാൻ ആപ്പിൾ മാത്രം ബാക്കിയുണ്ടാവും. അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഇല്ല മുന്നേ തന്നെ വെച്ചാൽ അത് കറുത്ത് പോകും. അങ്ങനെ എല്ലാം കൂടി ടേബിളിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 6 പേരാണുള്ളത്. അങ്ങനെ 6 പേർക്കും ഓരോ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നോമ്പ് തുറന്നു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.